നിങ്ങൾ ടോൾ കൊടുക്കണ്ട. ടോൾ കൊടുക്കാതെ വന്നാൽ ഞങ്ങളുണ്ട് അത് കേസ് നടത്താൻ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെ ഇതര സംസ്ഥാന ഗുണ്ടകളെ കൊണ്ടുവന്ന് നിർത്തി ഇവർ ചെയ്യുന്ന ഈ തോന്നിവാസത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കുന്നതായിരിക്കും. ഒരു തീപ്പെട്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കണം. ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് 18 മുതൽ 40% വരെ GST അടച്ചിട്ടാണ് നമ്മളൊരു വാഹനം ഇറക്കുക. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ വാഹനം എടുക്കുന്ന ആൾ മിനിമം ഒരു 20 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം. റോഡ് ടാക്സ് വേറെ അടിക്കണം. അതുകൂടാതെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ GST വേറെ ഉണ്ട്. ഇനി അതൊന്നും പോരാതെ നമ്മൾ ഓരോ ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുന്ന സമയത്ത് അതിന്റെ ടാക്സ് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്. ഈ റോഡിനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ള ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന്. കാരണം നമ്മൾ തീപ്പെട്ടിയും പെന്നും വാങ്ങുമ്പോൾ മുതൽ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ബട്ടൺസിന്റെ മുകളിലും ടാക്സ് ഉണ്ട്. നമുക്ക് നമ്മൾ കഴിക്കുന്ന ഓരോ മണി അരിയുടെ മുകളിലും നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ആ ടാക്സിൽ നിന്ന് പണം എടുത്തിട്ട് സ്ഥലം ഏറ്റെടുത്ത് ആ ടാക്സ് കൊണ്ട് തന്നെ കരാറുകാർക്ക് പണം കൊടുത്ത് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഈ റോഡിലൂടെ നമ്മൾ 20 മുതൽ 40% വരെ ടാക്സ്, അതിന്റെ മുകളിൽ ഈ നമ്മൾ അടിക്കുന്ന പെട്രോളിന്റെ ടാക്സ്, ഡീസലിന്റെ ടാക്സ്, ഇൻഷുറൻസിന്റെ ടാക്സ്, റോഡ് ടാക്സ് വേറെ, ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ടോളും കൊടുക്കണം. ടോൾ ആർക്ക് കൊടുക്കണം? പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കണം. വളരെ ചെറിയൊരു പൈസക്ക് ടെൻഡർ കൊടുക്കും. അതിന്റെ 1000 10,000 ഇരട്ടി എന്ത് ചെയ്യും? ഓരോ ദിവസം പിരിക്കും. റോഡ് ഉണ്ടാക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ റോഡ് ഉണ്ടാക്കുന്നത് ശരിക്കും ടോൾ പിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. കാരണം റോഡ് എവിടെ പൂർത്തിയായിട്ടില്ലെങ്കിലും ടോളിന്റെ പണി എല്ലാ സ്ഥലത്തും പൂർത്തിയായിട്ടുണ്ട്. ജനങ്ങൾ എങ്ങനെയാണ് കൊള്ളയടിക്കുക എന്ന് ഡിഗ്രി എടുത്ത ആളുകളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സർവീസ് റോഡ് ഇല്ലാതെ എങ്ങനെ പോകും? ഈ 2 വീലർ 3 വീലറുകൾക്ക് യാത്ര ചെയ്യാൻ അനുമതി ഇല്ലെങ്കിൽ അവർ എങ്ങനെ പോകും? 3, ഈ 100 കിലോമീറ്ററിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് 3 ടോൾ ഉണ്ടെന്നാ. ഇത് നിയമവിരുദ്ധ. 60 കിലോമീറ്റർ ഇടവിട്ട് മാത്രമേ ഒരു ടോൾ പറ്റുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ടോള് നിയമവിരുദ്ധാണ്. ഇവർക്ക് ടോള് പിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇതുപ്രകാരം പിരിക്കാനല്ല, അതിനൊരു നിയമമുണ്ട്. നാഷണൽ ഹൈവേസ് ഫീ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ്സ് ആൻഡ് കളക്ഷൻ റൂൾസ് പ്രകാരമേ പിരിക്കാൻ പറ്റുള്ളൂ. ആ റൂൾസിന് വിരുദ്ധമാണ് ഇവിടെ പിരിക്കുന്നത്. ഇതെന്താ ഉദ്ദേശങ്ങളെ? സർവീസ് ഉണ്ടല്ലേ? തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഈ വിഷയം പഠിച്ചപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് പുലെ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഈ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുന്നത്. അവരും നാഷണൽ ഹൈവേ അതോറിറ്റിയും തമ്മിൽ ഉള്ള ഒരു നിയമവിരുദ്ധ പ്രവർത്തനം, അതല്ല എന്നുണ്ടെങ്കിൽ അൺഡ്യൂ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഈ ഹൈവേയില് ഒരു വരി പാതയാണിത്, 6 വരി പാതയല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ദീർഘദൂര യാത്ര ചെയ്ത് വരുന്ന ഒരു വാഹനത്തിന് നിർത്താനുള്ള ഒരു സൗകര്യമില്ല. യാത്രാക്ഷീണം മാറ്റാനോ അതുപോലെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനുള്ള ഈ ഹൈവേകളിലൊന്നും നിർമ്മിച്ചിട്ടില്ല. വലിയ ദുരന്തങ്ങളാണ് ഈ ഡ്രൈവർമാരെ നേരിടാൻ പോകുന്നത്. ഉറക്കക്ഷീണം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പല വലിയ വലിയ അപകടങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വൻതോതിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഹൈവേ എന്നതിനെ സംബന്ധിച്ച് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പല സ്ഥലത്തും ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്, അപകടങ്ങൾ പതിയിരിക്കുന്ന മേഖലകളുണ്ട്. അവർ ഈ പറയുന്ന പോലെ കുറച്ച് ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് ഒരു ഗുണ്ടാപിരി പോലെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തനി ഗുണ്ടകളായ ക്രിമിനൽ ആളുകളാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വാണിജ്യ ഗ്യാസിന് 120 രൂപ കൂട്ടിയത്. ഈ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നു. കൊള്ള സംഘത്തിൽ പഠിച്ചാണ് ഇവരൊക്കെ, കൊള്ള സംഘത്തിൽ നിന്നാണ് ഇവരൊക്കെ ജീവിച്ചോട്ടെ. ഇവരൊക്കെ അടിച്ച് ഓടിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങിയ ആളുകൾ അടിക്കുന്ന ഒരു കാലം വരും.